നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല, നിറഞ്ഞവരല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാല് ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എന്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നമസ്കാരം. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ദിവ്യ എസ് അയ്യർ എന്ന യുവ IAS ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾ സൂക്ഷിക്കണം, ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ഇതാണ് കെ മുരളീധരൻ ദിവ്യ എസ് അയ്യരോട് പറഞ്ഞത്. അതായത് ദിവ്യ എസ് അയ്യർ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം, അതായത് ഔദ്യോഗിക തലത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ തൊട്ട അടുത്ത ഉദ്യോഗസ്ഥനായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന KK രാഗേഷ് അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM ഏൽപ്പിച്ച പുതിയ പദവിയിലേക്ക് കണ്ണൂരേക്ക് CPM എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പോയ അവസരത്തിൽ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ അവരുടെ സാമൂഹിക മാധ്യമത്തിലൂടെ KK രാഗേഷിനെ കുറിച്ച് ചില നല്ല വാക്കുകൾ, KK രാഗേഷിനെ കുറിച്ച് ചില അഭിനന്ദനം അർഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കുറിപ്പായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആണ് കോൺഗ്രസിനെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് വല്ലാത്ത രീതിയിൽ ചൊറിഞ്ഞത്. ചുമ്മയല്ല, കോൺഗ്രസ് നേതാക്കൾ വെറി പൂണ്ടത്. അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ G കാർത്തികേയൻ എന്ന മുൻകാല കോൺഗ്രസ് നേതാവിൻ്റെ രണ്ടാമത്തെ മകനായ ശബരിനാഥൻ എന്ന യുവ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം മുൻ MLA ആണ്, ആര്യനാട് എന്ന സ്ഥലത്തെ MLA ആണ്. ഈ ശബരിനാഥൻ്റെ ഭാര്യയാണ് ഈ ദിവ്യ എസ് അയ്യർ. ദിവ്യ അയ്യർ എന്ന IASകാരി ശബരിനാഥന്റെ ഭാര്യയായതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ കണ്ണൂരുകാരനായ CPM-കാരനായ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഈ പറയുന്ന വ്യക്തിയെ, രാഗേഷിനെ എന്തിനു പുകഴ്ത്തി എന്നുള്ളത് കോൺഗ്രസിനകത്ത് ഇന്നിപ്പോൾ വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ വീണ് കിട്ടിയ ഒരു വിഷയത്തിൽ മൈക്കുമായി ചെന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, സോപ്പിട്ടോളൂ, കൂടുതൽ പതപ്പിക്കണ്ട എന്ന്. ഇത് നാം പറയുമ്പോൾ എത്ര സങ്കുചിതമാണ് കേരളത്തിൻ്റെ മനസ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഭർത്താവ് ചിന്തിക്കുന്ന പാതയിൽ, ഭർത്താവ് പോകുന്ന വഴിയിൽ പോകണമെന്ന് ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പല രാഷ്ട്രീയ പാർട്ടികളിലും ഒരു കുടുംബത്തിൽ ഈ പറയുന്നത് പോലെ ഒരു കുടുംബത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ ഭർത്താവ് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഭാര്യ വിശ്വസിക്കണം, ഭർത്താവ് വോട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഭാര്യയും വോട്ട് ചെയ്യണം എന്നൊക്കെ നിഷ്കർഷിക്കുന്ന കാലം പോയി. മുരളീധരൻ സാറേ, കെ മുരളി സാറേ എന്നാണ് ഈ സമൂഹത്തിന് നിങ്ങളോട് പറയാനുള്ളത്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിന് ഒരു മറുപടിയും നൽകിയില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇവരുടെ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ എന്ന യുവ IASകാരി അവരുടെ ഭർത്താവിനോട്, ശബരിനാഥനോട് ചോദിച്ചപ്പോഴും ദിവ്യ പറഞ്ഞതിനെ സാധൂകരിച്ചും എന്നാൽ അതിൽ തെറ്റുണ്ടെന്നും ആണ് ഭർത്താവിന് പറയേണ്ടി വന്നത്. ഏതായാലും ശബരിനാഥന് അങ്ങനെ പറയാനേ കഴിയൂ. അപ്പോൾ നാം പറയുന്നത് പുരോഗമനവും
അധികാരവും അല്ലാതെയും ഒക്കെ ഒരുപാട് നേടി എന്ന് പറയുന്ന കേരള സമൂഹത്തിന് എന്ത് സങ്കുചിത മനസ്സാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദിവ്യ എസ് അയ്യർ എന്ന ഈ പറയുന്ന യുവ IAS കേരളത്തിന്റെ പുതു തലമുറയുടെ ഒരു പ്രതീകം തന്നെയാണ്. അതായത് ഇതിനു മുൻപ് ദിവ്യ എസ് അയ്യരുമായി ചേർത്ത് ഉണ്ടായ മറ്റൊരു വിവാദം എന്നത് കെ രാധാകൃഷ്ണൻ എന്ന മുൻ മന്ത്രി, അദ്ദേഹം ഇവിടെ നിന്ന് ലോകസഭയിലേക്ക് ആലത്തൂർ മത്സരിക്കാനായി പോകുമ്പോൾ അദ്ദേഹം എന്ന മന്ത്രിയെ അവർ കണ്ടതും അദ്ദേഹത്തിനെ ഒന്ന് ആശ്ലേഷിച്ചതും, തൻ്റെ കുഞ്ഞിനോടൊപ്പം പത്തനംതിട്ടയിൽ ഒരു ഫംഗ്ഷന് കണ്ട മന്ത്രിയെ അതായത് താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ മന്ത്രി ഇത്തരത്തിൽ പോകുമ്പോൾ അവർ ഒന്ന് ആശ്ലേഷിച്ചതിന് അവർക്ക് പഴി കേൾക്കേണ്ടി വന്നു. അപ്പോൾ മറുപക്ഷം കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. KK രാഗേഷിനെ പോലെ ഭാര്യയെ പിൻവാതിൽ നിയമനം നടത്തിയ ഈ വ്യക്തിക്ക് എന്തിന് ഇവർ അഭിനന്ദനം കൊടുക്കണം എന്നൊക്കെയാണ് കോൺഗ്രസിൽ നിന്നും മറ്റും ചോദിക്കുന്നത്. എന്തായാലും വീണ് കിട്ടിയ ഒന്നുമില്ലാതിരുന്നിടത്ത് വീണ് കിട്ടിയ ആയുധം കോൺഗ്രസ് ക്യാമ്പും അതുപോലെ തന്നെ CPM-ന്റെ സൈബർ സഖാക്കളും ഏറ്റെടുത്തിട്ടുണ്ട്. തന്നെ പുകഴ്ത്തിയത് ഒരു IAS ഉദ്യോഗസ്ഥയാണ്, അതും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയാണ് എന്നതുകൊണ്ട് തന്നെ KK രാഗേഷ് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പദവി ഏറ്റെടുക്കുമ്പോൾ, പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിന്റെ ജില്ലാ സെക്രട്ടറിയായി പദവി ഏൽക്കുമ്പോൾ അവർക്ക് CPM-ന് വീണ് കിട്ടിയ ഒരു ആയുധം ഇതിപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ്. ഇപ്പോൾ ആരെ പുകഴ്ത്തി, എന്തിനു പുകഴ്ത്തി, ഏത് പാർട്ടിക്കാരനെ പുകഴ്ത്തി, ആരുടെ ഭാര്യയാണ്, ആരെയാണ് പുകഴ്ത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിക്കുമ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു IAS ഉദ്യോഗസ്ഥ, അതും യുവ IAS അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന KK രാഗേഷ് എന്ന യുവ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹം IAS-കാരിയായ തനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അവർക്കുണ്ടായ നല്ലൊരു അനുഭവത്തെ അവർ അഭിനന്ദനം, അതായത് അദ്ദേഹം ഈ സീറ്റിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ തനിക്കുണ്ടായ നല്ല അനുഭവത്തെ തുറന്ന് എഴുതിയത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന സങ്കുചിത മനോഭാവത്തെയാണ് നാം ഇവിടെ എടുത്ത് കാണേണ്ടത്. അതിൽ ഒന്നുകൂടെ പറയാനുള്ളൂ, പഴയ കാലമല്ല, പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. ഭർത്താവ് ഇപ്പോൾ ഒരു ഇടതുപക്ഷ വിശ്വാസിയാണെങ്കിൽ ഭാര്യയും അത് തന്നെയാകണം എന്നൊക്കെയുള്ള നിഷ്കർഷത്തിന്റെ കാലം പോയി എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. K മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് എന്തിനും ഏതിനും നർമ്മത്തിൽ കലർത്തി സംസാരിക്കുന്ന അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു വെച്ചു, സോപ്പിട്ടോളൂ, പതപ്പിക്കേണ്ട, ഭാവിയിൽ നിങ്ങൾക്കിത് ദോഷം ചെയ്യുമെന്ന്. ഇനി ഒരു കൊല്ലം കൂടെ മാത്രമേ ഈ ഇടതുപക്ഷത്തിന്റെ ഭരണമുള്ളൂ. അപ്പോൾ ഈ ഭരണം തീരുമ്പോൾ ദിവ്യ എസ് അയ്യരെ നിങ്ങൾ പേടിക്കുക. K മുരളീധരൻ അടങ്ങുന്ന കോൺഗ്രസ്സുകാർ ഭരണത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കാര്യം പോക്കുമുതലാണെന്ന് ഇപ്പോഴേ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ദിവ്യ എസ് അയ്യർക്ക് ഈ പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടം സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. അല്ലാതെ സങ്കുചിത മനോഭാവത്തിന് ഒരിക്കലും ആയുസ് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. നന്ദി.